അതായത് വിയോഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഒരുപാട്. അപ്പോൾ അതിനുശേഷം അവരുടെ ഫാമിലി എന്താണ് അത് നമ്മുടെ ഭയങ്കര അമ്മ സംഘടന എന്നുള്ളൊരു സപ്പോർട്ട്? അല്ല, അതെന്താന്ന് പറഞ്ഞാൽ അത് ആരുടെ കുറ്റമല്ല. ഇപ്പോൾ മാളാരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു. എല്ലാവരെയും ചിരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ചിരിക്കും. അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് നടത്തുകയാണ് മാളയിൽ. മരിച്ച് 7 ദിവസം വരെയൊക്കെ ആൾക്കാർ വിളിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആരെങ്കിലും സിനിമയിലുണ്ടായിരുന്നു എന്നുള്ള പോലും മറന്നുപോയി. പിന്നെ ആരും വിളിക്കില്ല. ഇത് തിരിഞ്ഞു നോക്കാത്തുള്ളൊരു ഓട്ടമാണ് സിനിമ എന്ന് പറയുന്നത്. തിരിഞ്ഞു നോക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടും ആൾക്കാരുടെ പ്രീതിയും ജനപ്രീതിയൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ആ ലൈം ലൈറ്റിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിസപ്പയർ ആകുമ്പോൾ അവർക്ക് പിന്നെ നമ്മളെ വേണ്ട. പിന്നെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ വീട് അനാഥമാവുകയാണ്. അവിടെ എന്തായി? കൊച്ചിൻ ഹനീഫയുടെ വീട് എന്തായിരുന്നു? അല്ലെങ്കിൽ മേഘനാഥൻ്റെ വീട്, പാലിക്കനാര, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾ എന്തായിരുന്നു? അന്വേഷിച്ച് ചെല്ലാനുള്ള സമയം ഇന്നത്തെ ആക്ടേഴ്സിനില്ല. അവരവരുടെ അടുത്ത ഇത് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പക്ഷെ ചില മനുഷ്യത്വമുള്ള ആൾക്കാർ തിരിഞ്ഞു പോകും.